ഹായ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നു, ഞാൻ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 1-2 വീഡിയോസിൽ 4-5 വീഡിയോസിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അതുപോലെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇല്ലാതെ എങ്ങനെയാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നെങ്കിൽ ആദ്യമൊക്കെ ഞാൻ അപ്പൂസ് അംഗനവാടിയിൽ പോയതിന് ശേഷം വോയിസ് കൊടുക്കും. അല്ല എന്നുണ്ടെങ്കിൽ അവന് ഉറങ്ങുന്ന ടൈമിൽ വോയിസ് കൊടുക്കും. പിന്നെ അതും അല്ല എന്നുണ്ടെങ്കിൽ അവരോട് ഒച്ച ഉണ്ടാക്കരുത്. ഇപ്പോൾ അപ്പൂസിനോടാണെന്നുണ്ടെങ്കിൽ അവൻ കേൾക്കും കേട്ടോ, ഞാൻ ഒച്ച ഉണ്ടാക്കരുത്, ഞാൻ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഞാനൊന്ന് വോയിസ് കൊടുക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് കേൾക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു ടൈമിൽ ഞാൻ വോയിസ് കൊടുക്കും. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നോർമലായിട്ടുള്ള സൗണ്ട് ഉണ്ടാവുമല്ലോ, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നും അല്ല, പക്ഷേ കാക്കകളുടെ സൗണ്ട് അങ്ങനെയുള്ളതൊക്കെ നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് രാത്രി റൂമിൻ്റെ ഉള്ളിൽ നിന്നൊന്നും അല്ലാത്ത രീതിയിൽ നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊരു നമുക്ക് നല്ലൊരു സൗണ്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും കട്ട് ചെയ്ത് കളയാറോ അങ്ങനെ വോയിസ് ഒഴിവാക്കിയിട്ട് ഞാൻ കൊടുക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. അതുപോലെ നമ്മൾ വോയിസ് കൊടുക്കുന്ന ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ റൂമിലൊക്കെ ഇരുന്ന് വോയിസ് കൊടുക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഡോറൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഫാനൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ ഫാനിൻ്റെ ഒരു അരപ്പ് സൗണ്ട് ഉണ്ടാവില്ലേ, ആ സൗണ്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ കഴിയുന്നത് ഫാനൊക്കെ ഓഫ് ആക്കിയിട്ട് നമ്മൾ വോയിസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് വോയിസ് കിട്ടും. പിന്നെ ഞാൻ ചില സമയത്ത് ഡെയിലി നമുക്ക് വീഡിയോസ് ചെയ്യുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് ചിലപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അപ്പൂസിൻ്റെ ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാനത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നമ്മൾ കറക്റ്റായിട്ടുള്ള വോയിസ് ഉണ്ടാവില്ല, ആ ഒരു വോയിസ് ചില സമയങ്ങളിൽ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ എൻ്റെ വോയിസും കൂടെ എഡിറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഏത് ആപ്പ് ഉപയോഗിച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ചെയ്തിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. ഇത് ഞാനിപ്പോൾ ഈ ഒരു എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് വലിയ രീതിയിലുള്ളതൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ ഞാൻ ചെയ്യുന്ന രീതിയിലുള്ളത് തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ ഞാനൊന്നും കൂടെ പറഞ്ഞു വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇൻഷോട്ട് എന്ന ആപ്പ് ഉപയോഗിച്ചിട്ടാണ് എഡിറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഇൻഷോട്ട് എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ടൈമിൽ വീഡിയോസ് കൊടുക്കാനുള്ളത് കാണിക്കും കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീഡിയോസാണോ ഫോട്ടോസാണോ എന്താണ് വേണ്ടത് എന്നുള്ളതിൽ മുകളിൽ കാണിക്കും. അതിൽ നമ്മൾ വീഡിയോസ് ഓപ്പൺ ചെയ്യാം. വീഡിയോസ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണ്ട വീഡിയോ ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഞാനിത് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ, കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ നമ്മളിത് സ്ക്രോൾ ചെയ്ത് പോകുന്ന ആ ഒരു ടൈമിൽ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. വ്ളോഗിൽ നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ വ്ളോഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമുക്ക് അതിലൊരുപാട് മ്യൂസിക് വരും. വ്ളോഗ് എന്നുള്ളത് എടുക്കാം. അതിൽ നമുക്ക് ഒരുപാട് മ്യൂസിക്കുകൾ വരും. ഇത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഓരോന്ന് നമുക്ക് കേട്ട് നോക്കാം. കേട്ട് നോക്കിയിട്ട് ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ മോർണിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കാണുന്ന യൂസ് എന്നുള്ള ബട്ടണും കൂടെ എനബിൾ ചെയ്യുക കേട്ടോ. ആ ഒരു ടൈമിൽ നമുക്കിവിടെ മ്യൂസിക് ആഡായി കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇത് കണ്ടില്ല, ഇതിൻ്റെ മുകളിൽ കാണുന്ന ആ ലൈന് മ്യൂസിക് ആഡായതാണ് കേട്ടോ. ആ മ്യൂസിക്കിനെ നമുക്ക് എവിടെയെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഭാഗത്ത് മ്യൂസിക് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് വേണ്ടാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റും. സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വോയിസ് കൊടുക്കാനുള്ളതായാലും എഫക്റ്റ് ചെയ്യാനുള്ളതായാലും ഓപ്ഷൻ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിൽ നമുക്ക് കൊടുക്കാം. മ്യൂസിക് വേറെ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതൊന്നും ഞാൻ കൊടുക്കാറില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാനതങ്ങനെ വിട്ടിട്ടുള്ളത്. അതൊന്നും ഞാൻ എടുക്കാറും കൊടുക്കാറൊന്നുമില്ല. പിന്നെ അതിൻ്റെ വലത് സൈഡിൽ റെക്കോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. ആ റെക്കോർഡ് എന്നുള്ള ഓപ്ഷന് നമുക്ക് വോയിസ് കൊടുക്കാനുള്ളത്. അതിൽ നമ്മൾ അലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് 1 2 3 എന്ന് പറഞ്ഞിട്ട് നമുക്കത് ഇങ്ങനെ വരുന്ന ഒരു ടൈമിൽ നമുക്ക് വോയിസ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ അതേ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ എൻ്റെ ഈ വീഡിയോ തന്നെയാണ് അതിൽ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ അത് വോയിസ് കൊടുക്കുന്നത് ഞാൻ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. പിന്നെ നമുക്കിതിൽ ചെയ്യാനുള്ളത് എന്തെങ്കിലും സ്റ്റിക്കർ ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേതെങ്കിലും ഒരു സ്റ്റിക്കർ നമുക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അത് ആ വീഡിയോയുടെ ഇടയ്ക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളത് സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് സെലക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് നമുക്ക് ഇതുപോലെ എവിടേക്ക് വേണമെങ്കിൽ നീക്കി വെക്കാനും അതുപോലെ ചെറുതാക്കാനും വലുതാക്കാനും കഴിയും. പിന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഇതിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റിക്കറിൻ്റെ വലതുഭാഗത്തായിട്ട് നമുക്ക് ഓരോ കൊടുക്കേണ്ട സംഭവങ്ങൾ കാണിക്കും കേട്ടോ. അതിനെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ചില സമയത്ത് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിൽ ലവ് ആയാലും സോഷ്യൽ ആയാലും എഫക്റ്റ് ആയാലും ടെക്സ്റ്റ് ആയാലും ലൈൻ ആയാലും ഇതിലോരോന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ സോഷ്യലിൽ നമുക്ക് സബ്സ്ക്രൈബ് ബട്ടണൊക്കെ കൊടുക്കണം, ലൈക്ക് ബട്ടണൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോയുടെ സൈഡിലായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ നെയിം നമ്മുടെ വീഡിയോയിൽ നമുക്ക് ടെക്സ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാൻ പറ്റും. ടെക്സ്റ്റ് എന്നുള്ളതിൽ കൊടുത്തിട്ട് നമുക്കത് എഴുതിയെടുക്കാം. എഫക്റ്റ് എന്നുള്ളതാണെങ്കിലും അതുപോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്കത് വേണ്ടത് ഏതാണോ എന്ന് നോക്കിയിട്ട് നമുക്കത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോന്നും നമുക്ക് ബർത്ത്ഡേയുടെ ആയാലും മൂഡായാലും ഫെസ്റ്റിവലായാലും ഇങ്ങനെയുള്ളതൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അത് വീഡിയോയുടെ അവസാനം വരെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വീഡിയോയിൽ നമ്മുടെ ചാനലിൻ്റെ നെയിമൊക്കെ എഴുതി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് നമുക്കത് എഴുതി കൊടുക്കാൻ പറ്റും. അതിൽ ഫോണ്ട് സൈസ് ആയാലും ഹാൻഡ് റൈറ്റിംഗ് ഏതാ വേണ്ടത്, കളർ ഏതാ വേണ്ടത് എന്നുള്ളതൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഈ എ എന്നുള്ള ബട്ടണിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഹാൻഡ് റൈറ്റിങ്ങിലാണ് അത് വേണ്ടത് എന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും. മലയാളം കൊടുക്കണമെങ്കിൽ അങ്ങനെ, ഇംഗ്ലീഷ് ആണെങ്കിൽ അങ്ങനെ. ഞാനിതിൽ എൻ്റെ പേര് തന്നെയാണ് ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അത് നമുക്കൊന്ന് സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഇത് നമുക്ക് വീഡിയോയുടെ അവസാനം വരെ വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഹിന്ദു എന്ന് എഴുതിയത് കാണുന്നില്ല, അതിങ്ങനെ വലിച്ച് നമുക്ക് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ അവിടെ വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കുറച്ചാണ് കൊടുക്കേണ്ടതെങ്കിൽ അത്രയും വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇനി ലാസ്റ്റ് വരെ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ വീഡിയോ എൻഡ് വരെ എന്ന് കാണിക്കുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഇത് വീഡിയോയുടെ ലാസ്റ്റ് വരെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ആ വീഡിയോ അവസാനം വരെ നമ്മൾ ആ ഹിന്ദു എന്നുള്ള പേര് അവിടെ ഉണ്ടായിരിക്കും. പിന്നെ നമുക്കതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് ഈ സംഭവങ്ങളൊന്നും ഞാൻ ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. അതിൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ എന്തിനാണ് എന്നുള്ളത് എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം നമുക്കൊന്ന് മായ്ക്കണം, അല്ലെങ്കിൽ ഒന്ന് അവിടെ ക്ലിയർ ആയിട്ട് കിട്ടണ്ട എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നമുക്ക് സെലക്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ഭാഗത്ത് കൊണ്ടുവയ്ക്കാം. ഇത് കണ്ടില്ലേ, ഇതിവിടെ എങ്ങനെ ഇതുപോലെ തന്നെ വലിപ്പം കൂട്ടിയിട്ടും ചെറിയൊരു പോർഷൻ മതിയെങ്കിൽ അവിടെയും കൂടെ നമുക്ക് അതുപോലെ വെക്കാൻ പറ്റും. അങ്ങനെ ആ ഒരു ഭാഗം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് നമ്മുടെ ഒരു സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വലിപ്പം കൂടി വരുന്ന ആ ഒരു എഫക്റ്റ് ഉണ്ടാവില്ലേ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇത് അതും കൂടെ ഇവിടെ ഈ ഫസ്റ്റ് സ്ലോ സൂം എന്ന് കാണുന്നില്ലേ, അവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സാവധാനം അതിങ്ങനെ ഫ്രണ്ടിലേക്ക് വരുന്നത് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ ബാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇതും വീഡിയോയുടെ എത്ര ഭാഗത്തോളം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ചെയ്ത ഭാഗങ്ങളാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വരുന്നത് കണ്ടില്ലേ, അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു പോർഷൻ ഉള്ളതാണ് നമുക്കിത് സ്ലോ മോഷനിൽ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും പറ്റും. അത് നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഓരോന്ന് നമ്മൾ എടുത്ത് സെലക്ട് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് കണ്ട് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യം എനിക്കിതിൽ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ പറഞ്ഞു തരാം എന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ ഇതിൽ കാണിക്കുന്ന വേറൊരു ഭാഗമാണ്
നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും എന്നുള്ളത്. നമുക്ക് ഏതെങ്കിലും ഒരു പോർഷൻ നമ്മൾ എടുത്ത വീഡിയോയിൽ കട്ട് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സ്പ്ലിറ്റ് എന്നുള്ളൊരു ഭാഗമുണ്ട്. അതിൽ നമ്മൾ ഇനബിൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് സ്പ്ലിറ്റായി പോകും, 2 പോർഷനായിട്ട് മാറും അത്. പിന്നെ അതിൽ നമുക്ക് വേണ്ടാത്ത ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം അവിടെയും കൂടെ ഒരു സ്പ്ലിറ്റ് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് വേണ്ടാത്ത ഭാഗം അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അതുപോലെ നമുക്കിതിൽ വോളിയം, നമ്മളെ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തുള്ള ആ ഒരു വോയിസ് നമുക്ക് വേണ്ടെങ്കിൽ അത് പറ്റ കളയാനും പറ്റും. കുറച്ച് മതിയെങ്കിൽ അങ്ങനെയും കളയാൻ പറ്റും. ഇതുപോലെ വോളിയം കൂട്ടി കൊടുക്കാനും കുറച്ച് കൊടുക്കാനും പറ്റും. പിന്നെയുള്ളൊരു ഓപ്ഷനാണ് സ്പീഡ് കൂട്ടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ മാറ്റി കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള കളറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് സ്പീഡ് എന്നുള്ളൊരു പോർഷൻ. ആ സ്പീഡ് എന്നുള്ളത് നമ്മൾ എടുക്കുന്ന ഒരു സമയത്ത് നമുക്ക് വീഡിയോയുടെ സ്പീഡ് കൂട്ടാൻ പറ്റും. പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. എന്തേ കണ്ടോളൂ കേട്ടോ. ഇത് കണ്ടില്ല, ഇത് സ്പീഡ് കൂട്ടിയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇടത്തോട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ അത് സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. പിന്നെയുള്ള ഈ ഒരു ഭാഗങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാത്തതാണ് കേട്ടോ. എനിക്കത് കാര്യമായിട്ട് എന്താണെന്ന് അറിയാത്ത കുറേ ഭാഗങ്ങളുണ്ട്. പിന്നെ ഒന്നുള്ളതാണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമുക്ക് ഏതൊരു സൈസിൽ വേണമെങ്കിലും ഇത് റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണമെങ്കിൽ ഇത് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ഇൻഷോട്ട് എന്നുള്ളൊരു ആപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാറുള്ളത്. ഇത്രയും ഭാഗങ്ങൾ, ഇതുപോലെ ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് ഉണ്ട്, പക്ഷെ അതൊന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ നമുക്ക് ഇതിൽ ഇൻഷോട്ട് എന്നുള്ള എംബ്ലം ഉണ്ടല്ലോ, അത് നമുക്ക് ഫ്രീ ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ആ ഇൻഷോട്ട് എന്നുള്ള എംബ്ലത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന ഒരു ടൈമിൽ ഫ്രീ റിമൂവ് എന്നുള്ള ഒരു പേര് കാണും. അതിൽ നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് അത് പൊയ്ക്കോളും. നമുക്ക് ആ ഒരു എംബ്ലം ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. കുറച്ച് സെക്കൻഡുകൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു സമയത്ത് നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെയും കൂടെ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല വീഡിയോസ് കാണുന്ന ആ ഒരു ടൈമിൽ വലിയ രീതിയിൽ പറഞ്ഞു തന്നതൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓരോ വീഡിയോസ് കണ്ടിട്ട് ചെയ്യാൻ വേണ്ടി നോക്കി ആ ഒരു ടൈമിൽ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചില ആൾക്കാർ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് ഇങ്ങനെയൊന്ന് ചെയ്ത് നിങ്ങൾക്ക് തരണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും ഒന്നും മറക്കരുത് കേട്ടോ. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ, സീ യു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. ബായ്.